ഇത് കലയപുരം അന്നമ്മ. പ്രവാചക ശുശ്രൂഷയിലൂടെ ആയിരങ്ങളെ ആത്മീയ വഴിയിലൂടെ നടത്തിച്ച അമ്മച്ചി. കൊട്ടാരക്കരയ്ക്ക് സമീപം കലയപുരം എന്ന ദേശത്ത് മരത്തിനാൽ ഭവനത്തിൽ വിശ്രമജീവിതം നയിച്ചു വരവേ ഞങ്ങളുടെ പ്രതിനിധികൾ 2008 ഭവനത്തിൽ നേരിട്ടെത്തി എടുത്ത അഭിമുഖമായിരുന്നു ഇത്. പാസ്റ്റർ ജോൺ ശാമുവേൽ നടത്തിയ അഭിമുഖത്തിൽ അമ്മച്ചി തൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ അനുഭവങ്ങളുടെ കെട്ടഴിച്ചു. ആ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അമ്മച്ചിയുടെ നമ്പർ ഒന്ന് തരുമോ, നേരിൽ കാണാൻ എവിടെ ചെല്ലണം തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം അന്വേഷണങ്ങൾ വന്നു. ആ അന്വേഷണങ്ങൾക്ക് ഒരു മറുപടി നൽകുക എന്നതുകൂടി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2010 ഡിസംബർ 1 തൻ്റെ 85-ാമത്തെ വയസ്സിൽ പ്രിയ മാതാവ് ഈ ലോകം വിട്ടുപോയി. IPCയിലെ പ്രശസ്ത പ്രവാചകിയായിരുന്ന പ്രിയ മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷ ഡിസംബർ 6 നടന്നു. പാസ്റ്റർ KG ശൗമുവിൻ്റെ സഹധർമ്മിണിയായിരുന്നു. 5 മക്കളായിരുന്നു. വളരെ പ്രസിദ്ധമായ കർത്താവിൽ പ്രസിദ്ധയായ അമ്മച്ചിയുമായിട്ട് അല്പസമയങ്ങൾ ചെലവഴിക്കുവാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അമ്മച്ചിയുടെ ആരംഭകാല ചരിത്രം എന്ന് പറയാമോ? അമ്മച്ചി എന്നാണ് രക്ഷിക്കപ്പെട്ടെന്ന് ഓർമ്മയുണ്ടോ? 48 ആ രക്ഷിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വല്ല അനുഭവങ്ങൾ അമ്മച്ചിക്ക് ഇപ്പോൾ പറയാനുണ്ടോ? ധാരാളം പറയാറുണ്ട്, ധാരാളം. അതിലൊന്ന് രണ്ട് അനുഭവങ്ങളൊന്ന് പറഞ്ഞാട്ടെ. 48 ഞങ്ങൾ യാക്കോബ സമുദായത്തിലായിരിക്കുന്നു. പെന്തക്കോസിൻ്റെ ഉപദേശം കേൾക്കുമോ, തിരുവചനം വായിച്ച് മനസ്സിലാക്കുമോ ഒന്നും ചെയ്യാത്ത ഒരു കാലയളവ്. ഞങ്ങൾ കലയപുരത്താകുന്നു താമസിച്ചിരുന്നത്. ഇവിടെ വന്ന് താമസിക്കുമ്പോൾ വലിയ കാട്ടുമലയായിരുന്നു, വഴിയും ഒന്നുമില്ലാത്തൊരു സ്ഥലം. അതെ. ഇവിടെ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നമസ്കാരക്രമത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ പ്രാർത്ഥന 7 കവുമായും ചൊല്ലുക. ഞങ്ങൾ 16 പേരുണ്ട് ഈ വീട്ടിൽ. 16 പേരും കൂടെ കിഴക്കോട്ട് നിന്ന് ചൊല്ലണം. അത് രാവിലെയും വൈകിട്ടും ഒരു തെറ്റിക്കാനൊന്നും ഒക്കത്തില്ല. ഇന്നത്തെ പോലെ എപ്പോഴെങ്കിലും വന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ അപ്പച്ചനാണ് ഇരിക്കുന്നത്. ഒരു കസേരയിൽ ഇങ്ങനെ ഒരു വടിയായിട്ട് അവിടെ ഇരിക്കും. വരാത്തവർക്ക് നല്ല പെരുക്ക് കൊടുക്കും. അപ്പോൾ പേടിയുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യം വന്നിരിക്കും. രാവിലെ ഏത് തന്നെ 5:30 പ്രാർത്ഥന തുടങ്ങും. ആ പ്രാർത്ഥനയെന്നൊക്കെ പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നെന്നുള്ളതായ നിലയിലാകുന്നു ഈ കവുമായൊക്കെ ചെല്ലുന്നത്. മറ്റ് ദൈവത്തെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലാതിരിക്കുമ്പോൾ രാത്രിയിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയാമ്മയെന്ന് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ അന്നമ്മയെന്ന് പേര് വിളിച്ച പ്രാർത്ഥനയിൽ പെടഞ്ഞ് ഞാൻ താഴെ വീണ് കിടന്ന് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാം വിചാരിച്ചു എനിക്ക് എന്തോ പൈശാചികഗതി ബാധിച്ചാന്ന് വിചാരിച്ചു. അതേ സമയത്ത് ഞാൻ സ്തോത്രം പറയാനൊന്നും അറിയത്തില്ല, ഞാൻ ഒട്ടും കേട്ടിട്ടുമില്ല, തിരുവചനം കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല, ഒന്നുമില്ല. അതേ സമയത്താണെങ്കിൽ രണ്ടാമത്തെ ശബ്ദം, നീ എൻ്റെ പിന്നാലെ വരിക, എൻ്റെ അവസാന മണിക്കൂർ വരെ ഞാൻ അത്ഭുതകരമായി ജയോത്സവമായി ഞാൻ നിന്നെ നടത്തും. എൻ്റെ പിൻഭാഗത്ത് നിന്നാരോ സംസാരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. 27-ാം സങ്കീർത്തനം ആ 14 വാക്യവും എൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഒരാൾ എനിക്ക് ചൊല്ലിത്തന്നു. അത് ഞാൻ ഇങ്ങനെ കേട്ട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കാണാതൊന്നും അന്നേരം പറയാൻ അറിയത്തില്ല. അത് ഇരിക്കുന്ന സന്ദർഭങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ എൻ്റെ ആത്മാവിനാൽ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്ന ശബ്ദത്തോടു കൂടെ ഞാൻ തറയിൽ കിടക്കുന്ന മാത്രമേ അന്യഭാഷയുടെ കൂടെയാകുന്നു. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ മുട്ടുകുത്തി. അരി ഉരലിട്ട് ഇടിച്ചു പിടിച്ചാൽ ഇതുപോലെ പൊടിയും, അതുപോലെ ഞാൻ പൊടിയും, തകർന്നു. എന്തു പറയണമെന്ന് അറിയാൻ പാടില്ലാതിരിക്കുമ്പോഴാണ് കർത്താവ് പറയുന്നത്, പ്രവചന ആത്മാവിനാൽ ഞാൻ നിന്നെ മുദ്രയിട്ടിരിക്കുന്നു. അത് നീ വിശ്വസ്തയോടെ നിലനിന്നാൽ നിന്റെ അവസാന മണിക്കൂർ വരെ ഞാൻ തിരിച്ചെടുക്കുകയില്ല. കൂട്ടുകാരിൽ പരമായി ഞാൻ നിന്നെ നടത്തും. എൻ്റെ ശത്രുക്കളൊന്നും നിനക്ക് വേണ്ടി ഞാൻ മേശ ഒരുക്കും. എൻ്റെ വയലിൽ ധാരാളമുണ്ട്, നീ പറക്കി ഭക്ഷിച്ചോ. പറക്കി ഭക്ഷിക്കാനൊക്കെ പറയുമ്പോൾ എന്താ, അന്നത്തെ കാലത്ത് യാതൊരു അറിവ് സന്ദർഭങ്ങളില്ല. അന്യപാട് സംസാരിച്ചു, പ്രവചനമായി എൻ്റെ പിതാവിനോട് സംസാരിച്ചു. എൻ്റെ 75-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ നിന്നെ പെന്തക്കോസിൻ്റെ സത്യത്തിലേക്ക് കൊണ്ടുവരുന്നു. പെന്തക്കോസിൻ്റെ സത്യമെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ നാവിൽ കൂടെ വിളിച്ചു പറയുമ്പോൾ പെന്തക്കോസ് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ പെന്തക്കോസ് ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഈ പ്രദേശം ആരുമില്ല. അങ്ങനെ ശിവശാനം കേട്ട ഒരൊറ്റ കുഞ്ഞു പോലും ഈ പ്രദേശം ഇല്ലാത്തൊരു സമയത്താകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ നിലയിൽ അപ്പത്തിനോട് സംസാരിച്ച് 75-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസിൻ്റെ സത്യത്തെ കൊണ്ടുവരും. എനിക്ക് 75 വയസ്സൊന്നുണ്ടായിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ 15 വർഷം കഴിയണം അളവിലേക്ക് വരയണമെങ്കിൽ.
അന്ന് രാത്രി മണിക്കൂറുകളെ ഈ പ്രദേശത്തെക്കുറിച്ചും ഈ പ്രദേശ വേലകളെക്കുറിച്ചും അതിശക്തമായ നിലയിൽ കർത്താവ് സംസാരിക്കുവാൻ തുടങ്ങി. എനിക്ക് അറിയത്തില്ല, എൻ്റെ മുട്ടൊക്കെ അങ്ങ് പൊട്ടി അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. പ്രവചനയാത്മാവിൽ ഞങ്ങളുടെ പിതാവിനോടാകുന്നു സംസാരിച്ചത്. തൻ്റെ 75-ാമത്തെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പെന്തക്കോസ്തൻ സത്യമെന്ന് പറഞ്ഞത് എൻ്റെ നാവിൽ കൂടെ ആകുന്നു പെന്തക്കോസ്തൻ സത്യത്തെക്കുറിച്ച് ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ പ്രദേശത്തും പറയുവാൻ തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. ഈ പ്രദേശത്തെ സുവിശേഷ വേലയെക്കുറിച്ച് കർത്താവ് സംസാരിച്ചു. അനേകരെ വിശ്വാസത്തിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ, അന്ന് രാത്രി കിടന്നില്ല, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കാൻ തുടങ്ങിയപ്പോഴെല്ലാം അന്യഭാഷ സംസാരിക്കുന്നത്. അങ്ങനെ 3 ദിവസം എരുമയെ കറക്കാൻ പോകുമ്പോഴും പശുവിനെ കറക്കാൻ പോകുമ്പോഴും അതിനെ കെട്ടാൻ പോകുമ്പോഴും എല്ലാം ഇങ്ങനെ അന്യഭാഷ സംസാരിക്കുന്നു. ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നാട്ടുകാർ ധാരാളം പേര് എന്നെ കാണാനും കേൾക്കാനും വരുന്നു, എനിക്കൊരു പൈശാചികത ബാധിച്ചു എന്നുള്ളതായി പേര് എനിക്ക് കിട്ടും. ഞാൻ സ്വോത്രം പറയാതെ അന്യഭാഷ പറയാൻ ദൈവം അനുവദിക്കരുതെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴും അതുപോലെയാണ്. 4 സ്വോത്രമൊക്കെ പറയാമെങ്കിൽ അന്യഭാഷ സംസാരിക്കും. പാട്ടുമൊന്നും പറഞ്ഞില്ല. അമ്മച്ചിയുടെ സ്വന്തം സ്ഥലം കലപുരം തന്നെ അല്ല, ഞാൻ എന്നെ കല്യാണം കഴിച്ച വീടായത്. അതെ. അപ്പൊ അമ്മച്ചിയുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? എൻ്റെ സ്വന്തം സ്ഥലം പാണ്ടിത്തിട്ട, അല്ലെങ്കിൽ ഏഴംകുളം എന്ന് പറയാം. ഏഴംകുളം നിങ്ങൾ പരിചയമുള്ള ഒരു കയമാത്തുണ്ട്. അതെ, പരിചയമുണ്ട്. കയമാത്തുവിൻ്റെ മാവിയുടെ മകളാണ് ഞാൻ. എൻ്റെ വീട് അതാണ്. നിങ്ങൾ മക്കൾ എത്ര പേരായിരുന്നു? 4 പേര്. 4 പേര്. അമ്മച്ചി എത്രാമത്തെ ആളാ? ഞാൻ ഇനി ഇത് ഉള്ള 4ാമത്തെ ആളായിരുന്നു. 4ാമത്തെ ഞാനേ ഉള്ളു ഇന്ന് ഭൂമിയില്. ബാക്കി എല്ലാവരൊക്കെ പോയി കഴിഞ്ഞു. അപ്പൊ അപ്പച്ചന്റെ സ്ഥലമാണ് ഇവിടെ. അപ്പത്തന്നെ സ്ഥലം. മക്കൾ എത്ര പേരാ അമ്മച്ചിക്കുള്ളത്? എനിക്കോ 5 പേര്. എത്ര? 5 പേര്. 5 മക്കളുണ്ട്. അവരെങ്ങനെയാ? സുവിശേഷ വേലയിലാണോ, ജോലിയിലാണോ? എല്ലാവരും സുവിശേഷ വേലയിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ പറയാം. അതെ. ഒരാൾ പാർഷനല്ല എന്നേ ഉള്ളൂ. പാർഷന്മാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കേട്ട് കാണും വർഗീസ് മനസ്സിനാല്. അതെ, അറിയാം. എൻ്റെ മൂത്ത മകനാ. അതെ. അത് അപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. അതെ. 2ാമത്തത് മകളാ. അത് ഈ നിൽക്കുന്ന ആളിൻ്റെ മമ്മിയാണ്. അതെ. അതിനിളയാൾ അമേരിക്കയിൽ പാർക്കുന്നു. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് അച്ഛൻ കുഞ്ഞെന്ന്, ജോൺ ശകുമരെന്ന് വിളിക്കപ്പെടുന്നു. അതെ. അതിനിടയിൽ ഒരു മോളാണ്. അവളിപ്പം മസ്കറ്റിൽ താമസിക്കുന്നു, ജോലിയില്ല. അതിനിടയിൽ അതിലെ മേശപ്പുറത്തോട്ട് നോക്കിയിട്ടായിരിക്കുന്ന ആളാണ്. അതെ. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അമ്മച്ചിയും അപ്പച്ചനുമായിട്ട് പല സ്ഥലങ്ങളില് ശുശ്രൂഷയിൽ ഇരുന്നിട്ടുണ്ട്. 29 വർഷം. 29 വർഷം സഭാശുശ്രൂഷകരായിരുന്നു. അടുത്ത സ്ഥലങ്ങളിലൊക്കെ എവിടേക്ക് ഇരുന്നിട്ടുള്ളത് അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ? പിന്നെ കർത്താവിൻ്റെ വേലയില്ലേ, മറക്കാൻ കാര്യം എന്താ? അതെ. അതെവിടേക്കാന്നൊന്ന് പറയാമോ? പറയാം. 59 ഞങ്ങൾ ഈ സ്ഥലത്താണ് സഭാശുശ്രൂഷകരായിരുന്നത്. ഈ സഭയുടെ ശുശ്രൂഷകരായിരുന്നു. 59. അതെ. 60 കൊട്ടാരക്കര നെല്ലിക്കുന്ന അവിടെയായിരുന്നു. അവിടെ ഇരുന്നതിന് ശേഷമായി അവിടെ വെച്ചൊരു പാമ്പ് കടിച്ചു. 24 പേരെ വിശ്വാസസ്നാനത്തിലേക്ക് നടത്താൻ കൃപയാലിടയായി തീർന്നു. അത് പാമ്പേടിയില്ല. അവർ ചിലരൊക്കെ അക്കരെ കഴിഞ്ഞു, ബാക്കിയുള്ള ജീവിതത്തിലുണ്ട്. ആ കാലങ്ങളിലൊന്നും മരുന്ന് ഉപയോഗിക്കില്ലല്ലോ. ഇപ്പോഴുമില്ല. ഉപയോഗിക്കുന്നില്ല. അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കർത്താവ് നടത്തുന്നു. അതിനുശേഷം ഞങ്ങൾ വേങ്ങൂരായിരുന്നത്. 62, 63 വർഷങ്ങളിൽ വേങ്ങൂരിരുന്നു. അവിടെ 5 വേലസ്ഥലം എടുത്തു. അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് കാണിച്ച് ചുമ്മാ പോയി എടുത്തതൊന്നുമല്ല. പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിക്കും, ഇന്നിടത്തോട്ട് പോകുക, എന്തൊക്കെ ഇല്ലല്ലോ. അപ്പോഴങ്ങനെ പോയി എടുത്ത 5 വേലസ്ഥലങ്ങൾ. ഏറ്റവും ഉന്നതമേറിയ വലിയ സഭകളാണ് ഇന്ന് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞങ്ങൾ ഏഴംകുളത്തേക്ക് മാറി. ഏഴംകുളത്ത് 2-3 സഭകളെടുത്തു. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുന്നു. ശേഷം കടമ്പനാട്ട് ഇരുന്നു. കടമ്പനാട്ടിരുന്നപ്പോഴും അവിടെ 2-3 സഭകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഫലവത്താകുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടുന്ന് മാറി അടൂരിരുന്നു. അടൂരിരുന്നതിന് ശേഷം സ്ഥലത്തായിരുന്നു നെല്ലിമുട്ടി പഠിക്കൽ. ഇന്ത്യ ദൈവസഭയുടെ ശുശ്രൂഷകരായിട്ട് ഞങ്ങൾ 4 വർഷം അവിടെ ഇരുന്നു. ഇന്നവിടെ നല്ലൊരു സഭയുണ്ട്, വലിയ സഭയുണ്ട്. അന്ന് ആ മില്ലിൻ്റെ ഇപ്പുറത്തായിരുന്നു ഹോള്. അതവർ വിറ്റിട്ടാണ് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് മാറി വെച്ചിരിക്കുന്നത്. ആ സഭയാണ്. അതിനുശേഷം ഞങ്ങൾ വെലങ്ങര താമസിച്ചു 4 വർഷം. അവിടെയും ചില പുതിയ സ്ഥലങ്ങളുമൊക്കെ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ശേഷം തൃക്കണമംഗലേക്ക് മാറി. തൃക്കണങ്ക സഭയിൽ ഞങ്ങൾ 4 വർഷം ഇരുന്നു. അപ്പോഴാണ് പാർശ്വ സുഖമില്ലാതായി. അവിടെ ഒക്കാതെ വന്നു പറഞ്ഞാൽ പുള്ളിക്ക് വയ്യ. അങ്ങനായി ഇവിടെ വീട്ടിലേക്ക് വന്നു. കിടപ്പായി. ഞാൻ പ്രിയം വെച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയി.
ഞാൻ ഇന്നും ഭൂമിയിലുണ്ട്. അതെ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നടന്നു പോകാൻ കഴിയുന്നില്ലെങ്കിലും ഈ ഫോണിൽ കൂടെ ഇന്നും ഫോണിൽ കൂടെ സംസാരത്തിൽ ചെവിക്ക് വേദനയും കണ്ണിന് വേദനയായിട്ട് വളരെ ഭാരപ്പെട്ടതുകൊണ്ട് ഇന്നലെ ഒത്തിരി പേര് വിളിച്ചു, മറുപടി ഒന്നും പറഞ്ഞില്ല, ഫോൺ എടുത്തതുമില്ല. ഇന്നും അതുപോലെ ഒരാളോടെ മാത്രം സുഖമില്ല എന്ന് പറഞ്ഞ് അത്രയും നടന്നുള്ളൂ. ആ കാലങ്ങളിലെ പെന്തക്കോസ്തിന്റെ അനുഭവത്തെക്കുറിച്ച് അമ്മച്ചിക്ക്, പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താ അമ്മച്ചിക്ക് പറയാനുള്ളത്? അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അപ്പോസ്തല ശുശ്രൂഷ, പെന്തക്കോസ്തിന്റെ ചക്കുതൊടി ശുശ്രൂഷ ചെയ്തെടുത്തു. അന്നത്തെ കാലത്തെ കാത്തിരിപ്പ് യോഗത്തിൻ്റെ ആളാണ് ഞാൻ. അന്ന് വിവിധ ഇടങ്ങളിലേക്ക്, അനേക സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാൻ കൃപയാലിടയായി തീർന്നു. അതായത് ഞാൻ പറഞ്ഞ പത്തനാപുരത്തെ, കിടക്കാമണ്ണ്, പുനലൂര്, ഈ സ്ഥലങ്ങളിലൊക്കെ അന്ന് നിരന്തരമായി മാസത്തിൽ 2-3 മാസം കാത്തിരിപ്പ് യോഗം, ഉപവാസ പ്രാർത്ഥന ഉണ്ട്. കൈതൂത്തു ശുശ്രൂഷയിലിരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ, പക്ഷേ ഞെരുക്കമാണ് അന്ന് ഞെരുക്കമെന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ കാലയളവ്. അന്ന് നാഴി അടപ്പേരിടാനില്ലാത്ത സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷെ നിരാശയോ പ്രയാസമോ അധൈര്യമോ ഒന്നും എനിക്ക് മാത്രമല്ല ഭർത്തൃദാസന് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന് അരിയില്ലല്ലോ, എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത്? തന്നെ കൈ കൂപ്പി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. ശേഷം അന്നത്തെ ആവശ്യമുള്ളതായ വഴി ആരിൽ കൂടെങ്കിലും ദൈവം തന്നിരിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ശുശ്രൂഷ കാലങ്ങളിൽ. ഒരിടത്തിരുന്നും തോറ്റുപോയെന്ന് പറയാൻ കഴിയത്തില്ല. 30 കുടുംബം, 25 കുടുംബം, 16 കുടുംബം ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അതിൽ കുറേ പേരൊക്കെ ഇപ്പോൾ വിശ്വാസത്തിലുണ്ട്, കുറേ പേര് പിരിഞ്ഞ് പോയി കഴിഞ്ഞു. ദൈവം ഒരു അപ്പോസ്തോലിക ശുശ്രൂഷ, പെന്തക്കോസ്തിന്റെ അതിശക്തിയോടുള്ള ശുശ്രൂഷ കാലങ്ങളിൽ ചെയ്തു. ഇന്നത്തെ ശുശ്രൂഷയിൽ തൃപ്തി എനിക്കില്ല. ഇന്നത്തെ ശുശ്രൂഷയിൽ മിക്കവാറും കുറ്റം പറയുക എന്നുള്ളത് പരിപാടിയാണ് എനിക്കുള്ളത്. അന്ന് ആ കർത്താസന്മാർ വന്നാൽ ഞാൻ അവരെ കുറ്റം പറയും. ഞാൻ പറയുന്നത് പണത്തിൻ്റെ വിലയാണ്, നിങ്ങളുടെ പോക്കറ്റ് നിറഞ്ഞാൽ മതി. ഒരു ഭാവി രക്ഷിക്കപ്പെടുന്നു. ദൈവത്തിന് കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? സെൻട്രൽ ഭാഷയോടെയും പറയും. ഇപ്പോൾ സെൻട്രൽ ഭാഷയെക്കുറിച്ച് 1 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടിരിക്കുക. കാരണം ആത്മഭാരം ഇന്നില്ല. സഭയിലിരുന്നാൽ പക്ഷേ എന്തോ കിട്ടും, അതാണ് അന്വേഷിക്കുന്നത്. അത് തരുന്നതാരാ? എനിക്കെന്താവശ്യം? ഇന്നത്തെയും സഭകൾ തമ്മിലുള്ള വ്യത്യാസം കാണുന്നത് അല്ലേ? അതെ. അന്ന് വിശ്വാസത്തിന്റെ വില, ഇന്ന് ശമ്പളത്തിന്റെ വില. അത് ആരോടും പറയും, സെൻട്രൽ ഭാഷയോടും പറയും, ആരോടും പറയും, ആരെ കണ്ടാലും പറയും, വീട്ടിൽ വന്നാലും പറയും, പോയാലും പറയും. ആക്കെടുത്തെങ്കിൽ അതേ പറയും. ഇത് കളിയോ തമാസമോ ഒന്നും പറയത്തില്ല. ആ കാലങ്ങളിൽ സഭകളിൽ നിന്നോ പുറത്തു നിന്നോ പല എതിർപ്പുകൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിലും ബലപ്പെട്ടിട്ടില്ല. ഏറെക്കുളത്ത് താമസിക്കുമ്പോൾ ഞങ്ങൾ പട്ടാഴി മുക്കിൽ ഒരു സഭാസയോ നടക്കുമ്പോൾ വലിയ തേച്ചന് ഇറങ്ങിയ മുക്കി വന്നു. ഇങ്ങോട്ടല്ലേ അങ്ങ് പോന്നോ? 4.5 വർഷം ഞാൻ തനിയെ ഇരുന്ന് പ്രാർത്ഥിച്ച ആളാണ്. ഇതുവാകുന്ന പ്രശ്നങ്ങൾ നല്ല പിടിച്ച് കെട്ടാൻ വരുന്നു, അടിക്കാൻ വരുന്നു, ചീത്ത വിളിയാൻ വയ്ക്കാൻ വരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ കയറ്റാൻ ഇല്ലാതായി. എൻ്റെ മൂത്ത മകന് 3 മാസം പ്രായമുള്ളപ്പോഴാകുന്നു. അന്നത്തെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നമാണ്. ഇന്ന് താരതിക്കുന്നു. യാക്കോബായിലെ സമുദായത്തിൽ അച്ഛൻ ഇങ്ങോട്ട് രാവിലെ വന്നു. ഇടയ്ക്ക് എനിക്ക് പറയാമല്ലോ, ഇല്ലയോ? ഞാനേ പറയാമല്ലോ, സമയം പോയതൊന്നും പിന്നെ പറയരുത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ, അന്ന് പ്രബോധനയാത്മാവിൽ വരുന്നവരോടും പോകുന്നവരോടും സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകളുടെ കാല് 10 വയസ്സുണ്ട്, ഇങ്ങനെ ഇരിക്കുക മടങ്ങി, 2 കാല്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭങ്ങളിൽ പലയിടത്ത് കൊണ്ടുപോയി ചികിത്സിച്ചു. മെഡിക്കൽ കോളേജ് വരെ കൊണ്ടുപോയി. ആ കുഞ്ഞിൻ്റെ കാല് ശരിയായിട്ടില്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചതിൻ്റെ 11ാമത്തെ ദിവസം കർത്താവിനോട് സംസാരിച്ച് മേരിക്കുട്ടിയുടെ കാല് ഞാൻ സൗഖ്യമാക്കുന്നു. ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ. എനിക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല. അന്ന് നമുക്ക് 10 വയസ്സുണ്ട്. അപ്പച്ചനോട് ചോദിക്കാതെ ഞാൻ ഒരു കാര്യം പറയത്തില്ല, ചെയ്യത്തുമില്ല. ഞാൻ അപ്പച്ചൻ്റെ ഗീതെന്ന് പറഞ്ഞു, അപ്പച്ചൻ ഇന്ന് കർത്താവ് മേരിക്കുട്ടിയുടെ കാല് കർത്താവ് സൗഖ്യമാക്കുന്നു. പിന്നെ 10 വർഷം കൊണ്ട് ചികിത്സിക്കുക, സുഖമായില്ല. ഇപ്പോൾ ഇയാൾ പ്രാർത്ഥിച്ചപ്പോൾ സുഖമാകും എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കൊരു നിരാശ പോലെ ഉണ്ടായി. രാത്രി 10 മണിയായി. ഞാനങ്ങ് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ എന്നിലുണ്ടായിരുന്ന ശക്തി ഇത് വിട്ടുപോകുന്നു എന്നെനിക്ക് തോന്നി. എൻ്റെ ഹൃദയത്തിൽ തോന്നി അത് എന്നിൽ നിന്ന് വിട്ടുപോകുന്നെന്ന്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് അറിവില്ലാതെ കൊണ്ട് ഞാനത് പറഞ്ഞു പോയതാ, ക്ഷമിക്കണമേ
ഇന്ന് രാത്രി അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു 7 പ്രാവശ്യം ക്ഷമയോച്ച് ദൈവത്തോടെ. ആ എന്നിൽ നിന്ന് വിട്ടുപോകുന്നതായ ശക്തി, അതേ ശക്തികളൂടെ എൻ്റെ ശരീരത്തെ, മനസ്സിൽ, ഹൃദയത്തെ പ്രവേശിച്ചു. അന്യഭാഷ സംസാരിക്കുന്നു. ഞാൻ മോളെ ചെന്ന് വിളിച്ചു, എണ്ണിപ്പിച്ചു. അവിടെ കാലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പറഞ്ഞു. കൊച്ചാണ്ടിരിക്കാൻ തന്നു. അല്പം പച്ചവെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ ഇങ്ങനെ തൂത്തിട്ട് അവിടെ കാലിൽ തൂത്ത് ഒരു 10 വാക്ക് പ്രാർത്ഥിച്ചാണ്. കിടക്ക് പോളേന്ന് പറഞ്ഞ് അവൾ പോയി കിടന്നു. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ കയ്യെ വല്ല തഴമ്പ് ഉണ്ടെങ്കിലും ഉണ്ട്, അവിടെ 2 കാലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വന്നു. പെന്തക്കോസ്തിൻ്റെ ശക്തിയുടെ വ്യാപാരം അന്നാണ് ഞങ്ങളുടെ ഭവനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് അവൾ ചിക്കാഗോയിൽ താമസിക്കുന്നു, അമേരിക്കയിൽ. ശേഷം പിന്നാലെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് അച്ഛനും പുറത്ത് കമ്മിറ്റിക്കാരും കുളിഞ്ഞ് വന്നു. 18 പേര് രാവിലെ വന്നു. അച്ഛനെ എന്തുവാടി നീ ഇവിടെ കാണിക്കുന്നത്? ആദ്യത്തെ ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, എന്താ കാണിച്ചാ? നീ വേണ്ടാതിനൊക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നു. നിന്നിൽ പൈശാചികതയാണ് ബാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, അച്ഛനും പൈശാചികതയാണ്, എന്നിൽ പൈശാചികതയല്ല, എന്നിൽ പരിശുദ്ധാത്മാവ് സ്ഥിതി ചെയ്യുന്നു. എവിടെ നിന്നാണ് ഈ പരിശുദ്ധാത്മാവ് വന്നത് എന്നൊക്കെ ചോദിച്ചു. കുറേ ശാഠ്യമായിട്ട് മനുഷ്യന് പറയാൻ കൊള്ളാത്തതായ വാക്കുകൾ താൻ കുറച്ച് ഉച്ചരിച്ചു. ചാടി ഇങ്ങോട്ട് വന്ന് തലയിലോട്ട് കൈവച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ 3 വട്ടം എന്നെ ശപിച്ചു. ഞാൻ പറഞ്ഞു, കോളാമ്പിയ കൊണ്ട് അച്ഛൻ ശപിച്ചാൽ എനിക്ക് ശാപം ഉണ്ടാകത്തില്ല. അച്ഛൻ്റെ കോളാമ്പി പോലെ ഇല്ലേ ഇരിക്കുന്നേ. അപ്പച്ചനോട് ചോദിച്ചു, മുതലാളി എവിടെ നിന്നാണ് ഇവിടെ കെട്ടിയെടുത്തുന്നത്? ഞാൻ പറഞ്ഞു, മുതലാളിയല്ല കെട്ടിയെടുത്തുന്നത്, അച്ഛനാ കെട്ടിയെടുത്തുന്നത്. അച്ഛൻ കെട്ടിയെടുത്ത് കൊണ്ടുവന്നു, മുതലാളി അല്ലല്ലോ എന്ന് പറഞ്ഞു. മാവോദിശ വെള്ളം വീണ ഗുണമില്ലാത്തവളെ എന്ന് പറഞ്ഞ് എൻ്റെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ മാവോദിശ വെള്ളം വീണില്ലോ ഞാനെങ്ങനെ അറിയുന്നു? എന്നെ മാവോദിശ മുഖ്യം ആരും പറഞ്ഞു, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ചെന്ന് കഴിഞ്ഞ ഉടനെ ഒരാളുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ചു, റൂമക്കത്ത്. ഇടവകയെ കയറിയേക്കരുത് എന്ന്. എനിക്കിപ്പോൾ ഇടവയെ കയറി ഞാൻ വന്നാളോട് പറഞ്ഞു, എനിക്ക് ഇടവയിലെങ്കിൽ വന്ന് ഒരു കാര്യം സാധിക്കാനില്ല. വീട്ടുകളിൽ ചിലപ്പോൾ കയറിയെന്നിരിക്കും, നിങ്ങൾ വിലക്കിയാലും ചിലപ്പോൾ എന്നെ വിളിച്ചെന്നിരിക്കും, അന്നേരം കയറും, ഇല്ലേ കയറത്തില്ല എന്ന് പറഞ്ഞു. ഇതിൽ ആളും കുറേ പാടും പറഞ്ഞങ്ങ് പോയി. എൻ്റെ മോനെ പിറ്റേ ദിവസം മുതൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കാടാ, വഴിയൊന്നുമില്ല, ഒരു കാല് വെക്കാനുള്ള വഴി പോലുമില്ല. ഒരു മുണ്ടുമൊക്കെ ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി കാടൊക്കെ അടിച്ചു പിടിച്ച് ഇവരോട് ഭയങ്കര വീടുള്ളൂ. ഇവിടെ ഇപ്പോൾ നല്ല വീടാണ്, അന്ന് വീടില്ല. കയറി ചെന്ന് ചിലരോട് ശിവശേനം പറയും, അവർ ഈട്ട വിളിക്കും, കേൾക്കും, സന്തോഷമായിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വരും. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവിനോട് സംസാരിച്ചു. ഒരു വീട്ടുപേരും പറഞ്ഞു പറഞ്ഞു, അവിടെ ആ സഹോദരി സുഖമില്ല കിടക്കും, നീ അവിടെ 12 ദിവസം പോയി അവിടെ ഇരിക്കണം, ഭക്ഷണം കഴിക്കാതെ. ഞാൻ വഴി അറിയും എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഇവരുടെ കാലിൻ്റെ മുട്ടിന് താവറം മുഴുവനും ഇങ്ങനെ പഴുത്ത് ഈ വണ്ണത്തിൽ നീരുമായിട്ട്, ഇന്നത്തെ പോലുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒരു പാളയ്ക്കകത്ത് കുറേ പന്നത്തുണിമാരിയിട്ട് കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയോ ചാരി ഇങ്ങനെ ഇരിക്കുകയോ ഒരു ഉരുളയിൽ കണ്ടപ്പോഴത്തേ ഞാനങ്ങ് പേടിച്ചു. അതിനും പെട്ട് അങ്ങനെയുള്ള ഒരു ആരും ഇടപെട്ടിട്ടില്ല. പേടിച്ചെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് ഇറങ്ങി നിന്നു. അപ്പോൾ മുറ്റത്തൊരു പാള കിടപ്പുണ്ട്, അടയ്ക്കാൻ മറച്ചെന്ന്. ഞാനതെടുത്ത് കണ്ടിച്ച്, വീശുവാള കണ്ടിട്ടുള്ളവരായിരിക്കുമല്ലോ നിങ്ങളൊക്കെ, ആ വീശുവാള പോലെ ഇച്ചിരി കണ്ടിച്ചെടുത്ത് അത് തുണി ഇങ്ങനെ ചുറ്റി അവരുടെ കാലിൽ ഇങ്ങനെ വടിച്ച് താഴോട്ടിറക്കി. മൊത്തം ഈ കാലിൽ അസ്ഥി അല്ലാതെ വിരളയിൽ ഒരു ശകലം തൊലിയുണ്ട്. അതെല്ലാം കൊണ്ട് കുളിച്ചിട്ടിട്ട് വന്നു. കർത്താവ് എന്തോ ചെയ്യണം? കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, കർത്താവ് എന്തോ ചെയ്യണം? എനിക്കറിഞ്ഞുകൂടാ. കർത്താവിനോട് സംസാരിച്ചു, പച്ച വെളിച്ചെണ്ണ കാലയിലിടാൻ. വെളിച്ചെണ്ണ ചോദിച്ചു ഇരിപ്പുണ്ടോന്ന് ചോദിച്ചുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മുറിക്കാതെ കയറി ഒരു കുപ്പി നിറച്ച് വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. അതെടുത്തൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കുറച്ച് തുണി കിട്ടി അത് പ്രാർത്ഥിച്ച് കാലയിൽ ഇങ്ങനെ ചുറ്റി ഒരു പണി സമൂഹം പറയുക, ഒന്ന് വാച്ചും ക്ലോക്കും എന്നുള്ള സമയമല്ല, പ്രാർത്ഥിച്ചു. 12 രാത്രിയും പകൽ ഞാനിവിടെ ഇരുന്നു. 12ാമത്തെ രാത്രി ആയപ്പോഴത്തേക്ക് കാല് പഴുപ്പെല്ലാം മാറി നല്ല ചുവപ്പ് നിറമായി ഇവിടെ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടുത്തെ പാൽസായില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല പുള്ളി എന്ന് തെക്കുന്നില്ല, പുള്ളിയെ കച്ചവടക്കാരനാണ്. ഇവിടുന്ന് പോയ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. ഞാൻ ഇന്നടത്തോട്ട് പോകുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ ശോശാമ്മയിൽ പോയി എന്ന് കണ്ടേച്ച് പറഞ്ഞെ. കുഞ്ഞു തൊട്ടിൽ ഉറങ്ങി കിടക്കുമ്പോൾ നീ ശോശാമ്മയെ കാണാൻ പോയി. ഞാൻ പറഞ്ഞു, ഓരോ ഓട്ടത്തിൽ ഞാൻ തിരിച്ചു വരും, സമയമെങ്കിൽ പോയിക്കൊണ്ടാട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടങ്ങ് പോയി. ഓടി അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്നെ രാപകൽ ചീത്ത പറയുന്ന ഒരച്ഛനുണ്ട്. അതായത് വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 പേരെ കൂട്ടിയും 6 പേരെയും കൂട്ടിക്കൊണ്ട് ഇനി വരും. ഈ മേലുവശത്ത് വന്നു അങ്ങ് വായി വന്ന് അത്രയും വിളിച്ചങ്ങ് പറയും. എനിക്കത് പ്രയാസമൊന്നുമില്ല, അന്നുമില്ല ഇന്നുമില്ല. ഇങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ ഇത് തുറയിട്ട് ഇങ്ങനെ കിടക്കുക, ഇതിനേക്കായി വണ്ണമുള്ള ഒരു പാമ്പ്. അതിനെ ചവിട്ടിയില്ല, അടുത്ത ചവിട്ടി ഇങ്ങനെ അങ്ങോട്ട് ഓടിപ്പോകില്ലേ, ചീന്നൊരു ചീറ്റ് കേട്ടു.
പത്തി എടുത്തപ്പോൾ ഇത്ര ഒരു പത്തി എടുത്ത് തന്നെ ഇങ്ങനെ കാണിക്കുക. കാണിച്ചപ്പോൾ അത്രയും മനുഷ്യമാതിരി അല്പമല്ലാത്ത മനസ്സിനൊരു ക്ലേശം പോലെ തോന്നി. ഇവിടുന്ന് സ്ഥലം ഇരിക്കുന്ന അത്രയും ഞാൻ പുറകോട്ട് നടന്നപ്പോൾ ഞാൻ ആ വീട്ടിലെ അച്ചായനെ വിളിച്ചു, ചാക്കോച്ചായ ഉറച്ചു വിളിച്ചു. ഒരു മരത്തിൻ്റെ വണ്ടിയൊന്ന് വിളിയിട്ട് എന്തുവാ? ഞാൻ പറഞ്ഞാൽ ഒരു വലിയ പാപ്പ ഒരു വടി കൊണ്ട് പാച്ചാണ്. വടിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാപ്പ പത്തി ഒതുക്കി. എങ്ങനെ എൻ്റെ അരിക്ക് വന്നെന്ന് അറിയത്തില്ല. എൻ്റെ ഈ കാലയൊക്കെ ഈ വെള്ളയെ കിടക്കുന്ന കറുത്തതെല്ലാം അന്ന് കടിച്ച് വരുന്നത് കട്ടിച്ച് ഇങ്ങനെ പിടിച്ച് കറങ്ങുക. ഇങ്ങേ കാലൂടെ ചവിട്ടി വിടുവിച്ചു. ഈ കാല് തലത്തി ചവിട്ടി കഴിഞ്ഞ ഉടനെ ആ കാലിൽ തന്നെ കയറി പിന്നെയും പിടിച്ചു. മടിയായിട്ട് വഴി വരുമ്പോൾ ഞാൻ രക്തത്തിനകത്ത് മുങ്ങി കാട്ടിനകത്ത് കിടപ്പുണ്ട്. മൂക്കിക്കൂടെയും വായിക്കൂടെയും ചെവിക്കൂടെയും നഖത്തിൻ്റെ എല്ലാം കിഴിക്കൂടെ രക്തം വന്നുകൊണ്ടിരിക്കുക. പുള്ളി അവിടെ കൊണ്ടുവന്ന് വിളിച്ചു പോയി 4-5 പേർ ആണുങ്ങൾ വന്ന് എടുത്തിവിടെ കൊണ്ടുവന്നു. അപ്പച്ചനോടെ ഉണ്ട്. എവിടെ കൊണ്ടുപോകണ്ടേ? അപ്പച്ചൻ പറഞ്ഞു ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടുപോകണ്ടേ? ഒരു പക്ഷേ മരിച്ചു പോയില്ല എങ്കിൽ മനുഷ്യനിവിടെ കിടന്ന് ചെയ്യാൻ സാധിക്കും. പിന്നെ വല്ലതുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവന് വിടില്ല. ഓർമ്മ വരുവാണെങ്കിൽ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പച്ചൻ അങ്ങനെ പറഞ്ഞപ്പോഴേ ഏഴം കൊടുന്നത് പാസ്റ്റുടനായിരിക്കുന്ന പാസ്റ്റ് കുട്ടിച്ചൻ എന്ന് പറയും, കൊട്ടാരക്കരക്കാരൻ, തൃക്കടമംകാരനാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പാമ്പ് കടിച്ചു സൗഖ്യമാകുന്ന പറഞ്ഞ് നീ എവിടെ ഇരിക്കണം, ഭക്ഷണം കഴിക്കാതെ. അദ്ദേഹം ഞാൻ സൗഖ്യമായപ്പോൾ പറഞ്ഞു 1.5 കിലോമീറ്റർ അപ്പുറം വന്നപ്പോൾ ഞാൻ അമർന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഈ 5 പേരും എൻ്റെ ഭവനത്തിലിരുന്നു, എൻ്റെ അരികിലിരുന്നു. 2 പേര് പോകുമ്പോൾ 3 പേരിരിക്കും, 3 പേര് പോകുമ്പോൾ 2 പേരിരിക്കും. ഒരു ദിവസം കൊണ്ട് ഈ പ്രദേശം മുഴുവൻ കലയപുരം, പട്ടാഴി, കൊട്ടാരക്കര, മൈലം, അടൂരെല്ലാം ആയി പാമ്പ് കടിച്ചു ഇതുപോലായി ചികിത്സിക്കാൻ നടക്കുന്ന ഒരാളെന്ന്. പ്രദേശം അളവിയുടെ ആൾക്കാർ വരാൻ തുടങ്ങി. ഞാനൊന്നും അറിയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ചുരുക്കി പറയട്ടെ, 24ാമത്തെ ദിവസം 4 മണിയായപ്പോൾ ഞാൻ കുതിച്ചെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തികളോട് അന്യഭാഷ പറഞ്ഞ് പ്രവചനമായി എഴുന്നേറ്റ് അവരുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഇവർ 5 പേരും എണ്ണീച്ച് 2 പേര് ഒരു സൈഡിൽ നിന്ന് 3 പേര് ഒരു സൈഡിൽ നിന്ന്. ഈ ദൈവദാസി ഒരു മരുന്നും കുടിച്ചിട്ടില്ല എന്നുള്ള സാക്ഷ്യം ഞങ്ങൾക്കുണ്ട്. കുരുമുളക് പോലും വായിലിട്ടില്ല, ചവച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇവർ ഏത് പ്രസ്ഥാനത്തിരിക്കുന്നത് ഞങ്ങൾ അവിടെ നിൽക്കും എന്നവർ 5 പേര് പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നതായ 31 പേര് എഴുന്നേറ്റു. അന്ന് അവർ മാനസാന്തരപ്പെട്ടു. 31 പേര്. അങ്ങനെ 36 പേരെ ആ പാമ്പ് കടിയിൽ ശ്വാസത്തിലേക്ക് വരുവാൻ കർത്താവ് കാരണമാക്കി. അതോടുകൂടി പെന്തക്കോസിൻ്റെ ശക്തി അതിശക്തമായ നിലയിൽ ഈ പ്രദേശങ്ങൾ, ഇതിൻ്റെ അയൽ പ്രദേശങ്ങൾ, അടൂര് മുതൽ കൊട്ടാരക്കര മുതൽ വടക്കോട്ടും തെക്കോട്ടും വിവിധ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇത് മുഖാന്തരം ഉണ്ടായി. അങ്ങനെയാകുന്നു പെന്തക്കോസിൻ്റെ വേല തെക്കൻ പ്രദേശത്ത് ശക്തിപ്പെട്ടത്. അച്ഛനും അമ്മച്ചിയായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഇവിടെ IPCയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. IPCയുടെ പ്രവർത്തനം കർത്താവ് തുടങ്ങിയതാണ്, ഞങ്ങൾ തുടങ്ങിയതല്ല. ആ സഭയുടെ പേര് പറഞ്ഞ് കർത്താവ് IPCയിലാണല്ലോ ഈ കൂട്ടിച്ചാൻ അവിടെ താമസിച്ചത്. IPCയുടെ കൂട്ടായ്മയെന്ന് പറഞ്ഞു തന്നത് കർത്താവാകുന്നു. എൻ്റെ വചനപ്രകാരമാകുന്നു ഈ പ്രസ്ഥാനത്ത് നിൽക്കുക എന്നുള്ള കാര്യം പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചു. അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പം എത്ര വർഷമായി? 21 വർഷം കഴിഞ്ഞു. 23 വർഷം കഴിഞ്ഞു. 21 വർഷം. 22ാമത്തെ വർഷമായത്. ഇപ്പം അമ്മച്ചിക്ക് ശാരീരികമായിട്ട് എങ്ങനെ അസ്വസ്ഥതകള്? ഇപ്പോഴോ പെട്ടെന്ന് ഞാൻ ഈ മുറി കുളിക്കാനേ നമ്മുടെ അടൂരെ മണക്കാല കുഞ്ഞോമ്പാൽ അവിടെ മാസത്തിൽ 2 ദിവസം പോകും യോഗത്തിൽ. ഞാനിങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥന നടത്തുന്നില്ല. പോകാനായിട്ട് മോൻ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മച്ചി ഒരുങ്ങിയാൽ ഞാൻ ഇപ്പോഴങ്ങോട്ട് വിട്ടേക്കാവും. വരുന്ന മോനെ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് മേശയൊന്ന് ഇവിടെ കിടക്കുക. തുണിയെടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ചു, ഇവിടോട്ട് വെച്ച് പുസ്തകം വായും കൂടെ കുളിക്കാൻ ആ കുളിയിലോട്ട് കയറി. എല്ലാ പ്രാവശ്യവും കഥന് കുറ്റിയിടുന്നതാ, കുറ്റിയിട്ടില്ല. ഒരു മങ്ക് വെള്ളം കോരി ദേഹത്തോട്ട് അടുത്ത മങ്ക് കോരി ഇങ്ങനൊന്ന് വിറച്ച് താഴെ വീണു. ഞാൻ കാണാഞ്ഞപ്പോൾ അവൻ ഓടി വന്നപ്പോൾ ഞാൻ ആ മുറിയിൽ ഒന്നും അറിയാൻ വയ്യാത്ത ആളാ കിടക്കുക. എടുത്ത് കെട്ടിലേക്ക് കൊണ്ട് കിടത്തി 7.5 മാസം കണ്ണ് തുറക്കുമോ, ഒരു തുള്ളി വെള്ളം കുടിക്കുമോ ഒന്നും ചെയ്യാണ്ട് 7.5 മാസം ഒരേ കിടപ്പ് കിടന്നു. 4 പേരെന്നെ രാപകൽ സൂക്ഷിച്ചു. 7.5 മാസമായപ്പോൾ അല്പമായിട്ട് കണ്ണ് തുറക്കാൻ തുടങ്ങി, അല്പം ഓർമ്മ വരാൻ തുടങ്ങി. അങ്ങനെ ആ അളവിലാണ് ഈ അളവിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴെങ്ങനെ ഉണ്ട് അമ്മച്ചി? ആ ശരീരം പിന്നെ ബലപ്പെട്ടിട്ടില്ല, ബലപ്പെട്ടു. ഈ വാതിലൊക്കെ ഇറങ്ങണമെങ്കിൽ പിടിച്ചെങ്കിലേ വെക്കും. അമ്മച്ചിയുടെ അനുഭവത്തിൽ നിന്ന് രോഗശാന്തി വരം അമ്മച്ചിക്കുണ്ട്, പ്രവചനപരമുണ്ട്. മറ്റെന്തെങ്കിലും ശുശ്രൂഷകൾ അമ്മച്ചിക്ക് ലഭിച്ചിട്ടുണ്ടോ? പിന്നെ 12 പ്രാന്തന്മാരെ വിട്ട വിലഹീനകരമായത് അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ പിശാച് പൈസ ഇരിക്കുന്നില്ലേ, ഒരു യോഗം കൂടിയാൽ എത്ര പേരാ വരുന്നേ. ഇപ്പം സാത്താനില്ലെന്നേ. പെന്തക്കോസ്തുകാരെ കൊട്ടും പാട്ടും പ്രാർത്ഥനയും അന്യഭാഷയൊക്കെ അത് രാജ്യം വിട്ടുപോയി. ഇപ്പം അങ്ങനെ പിശാചില്ല, ഇപ്പം സാത്താനേ ഇല്ലെന്ന് ഞാൻ ഉറച്ച കുട്ടത്തിൽ പറയും. ഇപ്പം സാത്താനില്ലെന്ന്
ഈ മകൻ തുടങ്ങിയ ബൈബിൾ കോളേജിനെ കുറിച്ച് അമ്മച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ആ, അത് കർത്താവ് സംസാരിച്ച് ഒരു പേരിട്ട് ദൈവവചനപ്രകാരം ആരംഭിച്ചതാകുന്ന ആ പ്രസ്ഥാനം. അതെ. അന്ന് എൻ്റെ മകനെ ചിക്കാഗോർ താമസിക്കുക അമേരിക്കയിൽ. രാവിലെ അവൻ വിളിച്ച് എന്നെ അറിയിച്ചു, അപ്പോൾ അച്ഛാ ഇന്നതുപോലെ കർത്താവിനോട് സംസാരിച്ചത്. അപ്പോൾ അതൊരു നായരുടെ വീടാണ് അവിടെ. എന്നോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ കലയപുരത്തോടൊന്ന് പോയി ചോദിട്ടെ. ഞാൻ ചോദിച്ചു എന്തിനാ അവനെ, എന്തോ എനിക്ക് അങ്ങോട്ടൊന്ന് പോകണമെന്ന് തോന്നിയെന്ന് പറഞ്ഞ് രാവിലെ കലയപുരത്ത് കയറിയപ്പോൾ ഈ പറഞ്ഞ നായരെ കണ്ടു. കുഞ്ഞുകുട്ടി, ഞാൻ രണ്ടാ വസ്തു കൊടുക്കാൻ പോകുന്നു, അതുകൊണ്ട് നീ വാങ്ങിക്കണത്. അത് പണമില്ലല്ലോ, പണം കൊണ്ട് പോലും ഇല്ല പോലും, നീ ആ വസ്തു വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഉടനെ മോനെ വിളിച്ചറിയിച്ചു. വിശ്വാസത്താൽ ആ വസ്തു വാങ്ങിക്കാൻ കൃപയാലിടയായി തീർന്നു. അങ്ങനെയാകുന്ന ഒരു പേരോടുകൂടെ ആ പ്രസ്ഥാനം അവിടെ ഉളവാകാൻ ഇടയായി തീർന്നത്. മക്കളെല്ലാവരും കർത്താവിന്റെ പേരിലായിരിക്കുന്നതിൽ അമ്മച്ചിക്ക് വളരെ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ അമ്മച്ചിയുടെ പ്രത്യാശയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാനുണ്ട്. ഞങ്ങൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനം നൽകുന്ന പ്രത്യാശയെന്ന് ഭാഷയെ പറഞ്ഞാൽ ഏറിയ പ്രത്യാശ. ആരെന്തെല്ലാം പറഞ്ഞാലും അലയുവോ കുലുങ്ങോ ചെയ്യാത്തൊരു മനസ്സ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഈ പാമ്പ് കടിച്ചൊക്കെ പിടപെട്ടം തരുന്ന സമയത്ത് എന്തെങ്കിലും മരുന്ന് ചെയ്യണം, പിള്ളേർക്ക് അസുഖം എന്നൊക്കെ പറഞ്ഞാലൊന്നും അത് ഞാനല്ല കേട്ട ആരാണ്ടോടെ പറഞ്ഞെന്നുള്ള നോക്കിയല്ലേ, കേൾക്കത്തില്ല. ഇപ്പോഴും ഇല്ല. ഇപ്പോഴും അത് ഈ വാക്കുകളൊന്നും പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ലെന്ന്. ഇതിനകത്ത് പാറ പോലൊരു സാധനം ഇരിപ്പുണ്ട്. അത് അതിനൊരലുവുമില്ല. അതെന്തെല്ലാം പറഞ്ഞാലും ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. അതിന്റെ അവസാന മണിക്കൂർ എന്നെ കർത്താവ് പറഞ്ഞു. ഒരു പേടിയില്ല. ഇപ്പൊ വിളിച്ചാൽ സന്തോഷം. എന്റെ ശുശ്രൂഷ തികഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി വരികയെന്നുള്ള ശബ്ദത്തോടെ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കലായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. യാതൊരു ക്ഷീണമില്ല. ഏത് സമയം, രാത്രിയോ പകലോ എപ്പോൾ വിളിച്ചാലും, അതിവേദന എടുത്ത് പ്രാണവേദന എടുക്കുമ്പോഴും ഞാൻ വിളിച്ചു പോവോ, ആരെങ്കിലും കയറി വന്നാൽ ഞാൻ ചിരിച്ചുകൊണ്ട് അകവുള്ളവൻ ബലപ്പെട്ട് നിൽക്കുക. പുതുക്കം പ്രാപിച്ചിരിക്കുക. പക്ഷേ അത് പുതുക്കേണ്ട കാര്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ദൈവകൃപയാലെ എല്ലാവരും ഉദ്ദേശിച്ചാലെ വിളിച്ച് കാത്തിരിപ്പോ ഉണർത്തി അന്യഭാഷ സംസാരിക്കുന്നവരും അല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നത്തെ സഭകളോട് അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? ക്ഷീണിച്ചിരിക്കുന്നു, മടുത്തിരിക്കുന്നു. ഇത് എനിക്ക് ഒരു മാസത്തിന് സമയം കിട്ടിയാലൊക്കെ ഇത് പറയും ഞാൻ. ഇന്നെന്തുവാ, ഭാര്യയും ഭർത്താവും കൂടെ സ്കൂട്ടർ എടുത്ത് അത് വെച്ചോണ്ട് അവരുടെ പാട്ട് പോകും. എവിടെ പോവാ? മാസയോഗത്തിന് പോവാ. നിന്റെ കൂടെ ആരുണ്ട്? ആരും വേണ്ട. ഇടയും പോയി കഴിഞ്ഞു പിന്നെ ആടെന്തി കയറി പാർക്കുന്ന കിടക്കില്ലെന്ന്. ഞങ്ങളുടെ കാലത്ത് അതല്ല. ഞങ്ങളുടെ കാലത്ത് വീട് കയറി ഇറങ്ങി മാസയോഗത്തിന് പോകണമെന്ന് പറഞ്ഞ്, അന്ന് പണമില്ലല്ലോ, വേണമെങ്കിൽ നടന്നു പോകും. വണ്ടി കയറ്റി കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾക്ക് ഉള്ള പൈസ കൊടുത്ത് അവരെ കൂടെ കൊണ്ടുപോകും, തിരിച്ചവരെ കൂടെ കൊണ്ടുവരും. അത് 30 പേരെ 25 പേരെ ഞങ്ങൾ കൊണ്ടുപോകും. ഞങ്ങളുടെ ശുശ്രൂഷാകാലങ്ങൾ മുഴുവനും അങ്ങനെ ആയിരുന്നു. ഇന്നാരേ വേണം? കഴിഞ്ഞ മാസം ഇവിടെ മാസയോഗമായിരുന്നു. എൻ്റെ മോനും ഈ മോനും ഉണ്ടായിരുന്നു. വേറെ പാർശ്വം ഭാര്യയും, വേറെ ആരുമില്ല. വേണ്ടല്ലോ. ഞാൻ ശക്തമായാലും ഇന്നും പറയും അന്നും പറയും, നമ്മൾ അധ്വാനിച്ചാൽ ഫലം കിട്ടും. ഇന്ന് ഉള്ളതിനെ മാത്രം മതി. ഒരയലോക്കത്തൊരു വീട്ടിൽ കയറി ശുശ്രൂഷ മതി. ഞാൻ ഉറച്ച സമയത്ത് എപ്പോഴും വിളിച്ച് പറയാൻ തയ്യാറാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ ചുറ്റുപാട് 31 കുടുംബം പന്തക്കോത്തിലാണ്. അതിൻ്റെ ഇടയിൽ ഒറ്റ സമുദായക്കാരനില്ല. ഇതിൻ്റെ ചുറ്റുപാട് ഒറ്റ കുഞ്ഞു സമുദായക്കാരനില്ല. ഇവിടുത്തെ ഈ ദർഭ സഭയൊക്കെ അമ്മച്ചിയുടെ പ്രവർത്തനത്താൽ ആരംഭിച്ചത് എൻ്റെ സഭയാണ്. ആരംഭിച്ചല്ല, തമ്പുരാൻ എൻ്റെ സഭയാക്കി വിട്ടിരിക്കുക. തീർച്ചയായിട്ടും അടിച്ചു പൊളിച്ച് നാനാവിധമാക്കി കളഞ്ഞേ ഉള്ളത്. നിലനിർത്തുന്നു. മോനെ ഉറച്ചു പറയുക, 150 വീടുള്ള വീടെല്ലാം ഒരു ഉദ്ദേശി ഭരിച്ച് അടിച്ചു പൊളിച്ച് നാനാവിധമാക്കി 4 ഉദ്ദേശിയവർക്ക് ചാപ്പാട്ടിന് വഴിയുണ്ടാക്കി കൊടുത്തു. അതൊന്ന് 4 പേർക്ക് ഭരിച്ചൂടെ ജോലി ചെയ്യാതെ? അതിനകത്തോട് 4 പേര് കേൾക്കണം. അങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും അമ്മച്ചിയുടെ അനുഭവം അത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു കാര്യമാണ്. കാരണം അധ്വാനിക്കാതെ തന്നെ, അധ്വാനിക്കാതെ എൻ്റെ ഇടയിൽ അദ്ദേഹത്തെ ഒന്ന് നോക്കിയാൽ ഇതിനകത്തുനിന്ന് പിന്നെ പറയേണ്ടത് നിങ്ങൾ ചേർക്കുക, വിട്ടുകളയാം. അത്രയും. അമ്മച്ചി, അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ അമ്മച്ചി? പറഞ്ഞോട്ടെ. ഇപ്പോഴുള്ള അമ്മച്ചിയുടെ അവസ്ഥയെക്കുറിച്ചും ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങളോട് അമ്മച്ചി പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു പ്രചോദനമായിരിക്കും എന്ന് കരുതുന്നു. ഇപ്പോഴത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്നുകൊണ്ട് എത്ര പേരോടെ ശിവശേഷം പറയാം, അത്രയും പേരോട് പറയും. ഫോൺ ഡാത്ത് വെക്കാതെ രാത്രി 10 മണിയാകുമ്പോൾ വിളിക്കാൻ തുടങ്ങും. 7 മണി കഴിഞ്ഞാൽ പിന്നെ ആരും 10 മണി വരെ വിളിക്കുകയില്ല സന്ധ്യയ്ക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമെന്ന് അനേകർക്കറിയാം.
അതുകൊണ്ട് ആരും വിളിക്കുകയില്ല. അത് കഴിയുമ്പോൾ വിളിക്കാൻ തുടങ്ങും. പിന്നെ രാത്രി ഉറങ്ങണം, നിങ്ങൾ എന്നെ വിളിക്കരുതെന്നൊന്നും പറയത്തില്ല. 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും ഏതൊരു സമയമാണെങ്കിലും ആര് വിളിച്ചാലും ശിവച്ചേട്ടൻ അവരിൽ കൂടെ പറയും. കർത്താവ് അവരെ സൗഖ്യമാക്കും, മറുപടി എനിക്ക് കിട്ടും. അങ്ങനെ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രത്യാശയും മുഴുവനെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേല. ഏതൊരു സഭയും കർത്താവിൻ്റെ വേല. പൊട്ടച്ചെല്ലോ കളിവാക്കോ ചേർത്തില്ലാത്ത ഒന്നും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി ഒരു തമാശ പറയുമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പറയുമോ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നല്ല യൗവന കാലത്ത് 20 മൈൽ 22 മൈലൊക്കെ നടന്നു പോയിട്ടുണ്ട്. കൂടലി കുഞ്ഞുഞ്ഞിനെ വിളിക്കാൻ പോയത് ഈ വീട്ടിൽ നിന്ന് കൂടലി വരെ നടന്നു പോയി. ആ കാലത്ത് വാര്യാവരം യോനാഥൻ അറിയപ്പെട്ട കർത്തൃദാസന്മാരെ ധാരാളം പേരെ ഉണ്ടെന്ന് ശുഭാത്തിലേക്ക് കൊണ്ടുവരാനും ശുശ്രൂഷ വേലക്കാരാക്കി അവരെ വാർത്തെടുക്കുവാൻ തക്കതുപോലെ ദൈവം എനിക്ക് കൃപ തന്നു. ഈ ഓടിന്ന് പലരുമുണ്ട്. അതുകൊണ്ട് ഉദയകുമാരെ കണ്ടാൽ ഞാൻ വെറുതെ ഓടിയില്ല.